എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് 4ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലിങ്ക് ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും 8ാം ക്ലാസ്സിലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ഷഹൻഷാ അക്ബർ കോ കോൻ സിക്കായേഗ ഈ ഒരു പാഠഭാഗത്തിൽ ഒരു 2 ലൈൻ തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വായിച്ച് നോക്കാം. അതിനോടനുബന്ധിച്ച് 3 ചോദ്യങ്ങളാണുള്ളത്. ഓക്കെ, ഷഹൻഷാ ബഡി महिला के शब्दों की सादगी से प्रभावित हुए. वे उनके आगे अदब से झुके और फिर मुड़कर बीरबल से कहा, तुम सच में भाग्यशाली हो जो तुम्हें इतनी समझदार गुरु मिली. അപ്പോൾ ഷഹൻഷാ വൃദ്ധയായ സ്ത്രീയുടെ വാക്കുകൾ ഷഹൻഷാ അക്ബറിനെ വളരെയധികം സ്വാധീനിച്ചു. വേ ഉൻകെ ആകെ അദബ് സെ ചുക്ക്, അപ്പോൾ അവരുടെ മുന്നിൽ ബഹുമാനാർത്ഥം, അദബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനം. അദബ് സെ ചുക്കെ ഓർ ഫിർ മൂഡ്കർ ബീർബൽ സെ കര, എന്നിട്ട് പറഞ്ഞു, ബീർബൽ നീ വളരെ ഭാഗ്യശാലിയാണ്, നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഗുരുവിനെ കിട്ടിയത് കൊണ്ട് നീ ഭാഗ്യശാലിയാണെന്ന് പറയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഷഹൻഷാ സമജ്ദാർ ഗുരു കിസേ മാനത്തെ ഹെ. അപ്പോൾ സമജ്ദാർ ഗുരു എന്ന് ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? അപ്പോൾ അറിയാലോ, ബൂഢി മഹിളയ്ക്ക് ബാരമേ കഹത്തെ ഹെ. അപ്പം ബൂഢി മഹിള എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ചോദ്യം, അദബ് ശബ്ദ കാ അർത്ഥ് ക്യാ ഹെ. അദബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുഷി, സന്തോഷമാണോ? ഘൃണ, ദേഷ്യം. ആദർ, റെസ്പെക്റ്റ്. ക്രോധ്, ദേഷ്യം. ഘൃണ എന്ന് പറയുന്നത് വെറുപ്പ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ആദറാണ്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് 3 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്. പ്രസ്തുത പ്രസംഗಕ್ಕೆ ആധാർ पर पढ़कर एक दृश्य लिखो. ഒരു ദൃശ്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൃശ്യം എഴുതുമ്പോൾ അങ്ങനെ രാജാവ് വരുന്നു, അങ്ങനെ മുഖം കുനിച്ച് ചോദിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. അക്ബർ ബാദ്ഷാ ദർബാർ, അക്ബർ ബാദ്ഷാൻ്റെ ദർബാറാണ്. അക്ബർ ബീർബൽ സെ ബാത്തേം കർ രഹേ ഹെ, അക്ബർ ബീർബലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദോനോ രാജകീയ വേഷഭൂഷമ ഹെ, എല്ലാവരും രാജകീയ വേഷവിധാനത്തിലാണ്. വഹാം ഏക്ക് ബീഡ് ജമാ ഹെ, അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. ബീർബൽ ബീഡിക്ക് ഓർ ജാത്തേ ഹെ, ബീർബൽ ആ കൂട്ടത്തിലേക്ക് നടന്നു പോകുന്ന ഏക്ക് ബൂഢി മഹിളാക്ക ഹാത്ത് ദാംകർ അക്ബർക്കെ പാസ് ലേയാത്തെ ഹെ, ഒരു വൃദ്ധയായ സ്ത്രീയുടെ കൈ പിടിച്ച് അക്ബറിൻ്റെ അടുത്തേക്ക് വരുന്നു. ബീർബൽ യെ മേരെ പെഹലെ ഒരു ശ്രേഷ്ഠ ഗുരുവോമൻ സെ ഏക് ഹെ, ഇത് എൻ്റെ ആദ്യത്തേതും എൻ്റെ ശ്രേഷ്ഠ ഗുരുവിൽ ഒരാളാണ്. ബൂഢി മഹിള അക്ബർക്കോ പ്രണാം കർത്തേ ഹെ, അപ്പോൾ ബൂഢി മഹിള എന്താ ചെയ്യുന്നത്? അക്ബറിന് വന്ദിക്കുകയാണ്. അപ്പം മഹിള പറയാം, ഹുസൂർ സബ് കുച്ച് സീഖ്ന സംഭവ് നഹി ഹെ, എല്ലാം പഠിക്കൽ നടക്കുന്ന കാര്യമല്ല. ലേക്കിൻ അച്ഛ ഇൻസാൻ കൈസെ ബന്ന ഹെ യെ സബ്കോ സീഖ്ന ചാഹിയെ, ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാവാം എന്ന് എല്ലാവർക്കും പഠിക്കേണ്ടത് നല്ലതാണ്, എല്ലാവരും പഠിക്കണം. അക്ബർ കാ ചെഹ്റ ഖുഷി സെ ഫൂൾ ഉഡ്താ ഹെ, അപ്പോൾ സന്തോഷം കൊണ്ട് അക്ബറിന് ഭയങ്കര സന്തോഷമായി. അക്ബർ, ബീർബൽ തും ബഡേ ഭാഗ്യശാലി ഹോ, ബീർബൽ നീ ഭയങ്കര ഭാഗ്യശാലിയാണ്. തുമേ ഇത്തിനി സമജ്ദാർ ഗുരു മിലി ഹെ, നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഗുരുവിനെ കിട്ടിയില്ലേ? അപ്പോൾ ബീർബൽ പറയുക, ടീക്ക് ഹേ ജഹൻപന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ള സംഭാഷണങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി നമുക്ക് വേറൊരു ചോദ്യപേപ്പറിലൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ, എന്താണ് പാഠത്തിൻ്റെ പേര്, പിന്നെ ഓതേഴ്സിൻ്റെ പേരും പറയാനാണ്. ഇപ്പോൾ ജ്ഞാൻമാർക്ക് നിങ്ങൾക്കറിയാം അസ്ഗർ ജാത്താണ്. അത് എന്താണ്? ജ്ഞാൻമാർഗ് എന്ന് പറയുന്ന ഒരു ഏകാംഗിയാണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതുക, ഏകാംഗിയാണ്. അസ്ഗർ വജാഹത്താണ്. അസ്ഗർ വജാഹത്ത് ഏകാംഗി. ഓക്കെ, ജ്ഞാൻമാർഗ് ആരാണ് രചിച്ചിരിക്കുന്നത്? ഡോക്ടർ അസ്ഗർ വജാഹത്ത്. പിന്നെ അത് ഏകാംഗിയാണ്. അതേപോലെ സുഖദുഃഖ് എന്ന് പറയുന്ന കവിതയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, സുമിത്ര നന്ദൻ പന്താണ്. ഓക്കെ, സുമിത്ര നന്ദൻ പന്താണ് സുഖദുഃഖ് രചിച്ചിരിക്കുന്നത്. ജ്ഞാൻമാർഗ് ആരാണ്? ഡോക്ടർ അസ്ഗർ വജാഹത്ത്. ഓക്കെ, ഇനി നമുക്ക് അത് 2 മാർക്കുള്ള ചോദ്യമാണ്. പിന്നെ ഇനി അടുത്ത ചോദ്യം നോക്കാം. 3 രാജകുമാർ പഠായി പൂര കർക്കെ ആശ്രമം സെ നിക്കലെ, 3 രാജകുമാരന്മാരും പഠിത്തം പൂർത്തിയാക്കി ആശ്രമത്തിൽ നിന്ന് വന്നു.
ഓക്കെ. പിന്നെ അവിടെ തന്നിരിക്കുന്നത് ഹട്ടിയോൻ സെ ഷേർ നിക്കൽക്കർ ദുസ്രോं का हमला करने लगी. ഹട്ടിയോൻ സെ അസ്ഥികൂടത്തിൽ നിന്ന് സിംഹം പുറത്തേക്ക് വന്ന് പിന്നെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനിടയിൽ 2 സെൻറ്റൻസ് വിട്ടുപോയിട്ടുണ്ട്. ആ 2 സെൻറ്റൻസ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ ക്രമത്തിൽ എഴുതേ വേണ്ടൂ. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ ഗുരുവിനെ ശിഷ്യോക്ക് ഷേർസെ ബച്ചായ. ഗുരു ശിഷ്യന്മാരെ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. രാജകുമാരമേ ജഗഡ ഹുവാക്കി കോൻ ബഡാ ജ്ഞാനി ഹെ. അപ്പോൾ രാജകുമാരിൽ നിന്ന് രാജകുമാരന്മാർ തമ്മിൽ ജഗഡ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടായി. ആരാണ് വലിയ ജ്ഞാനി എന്ന്. അപ്പോൾ അത് എവിടെയാണ് എഴുതേണ്ടത്? അതാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. 3 രാജകുമാർ പടാഹി പൂരെ കർക്കിയ ആശ്രമം സെ നിക്കലെ. പടായി പഠിത്തം പൂർത്തിയാക്കി അവർ ആശ്രമത്തിൽ നിന്ന് വന്നു. പിന്നെയാണ് എന്താ ഉണ്ടായത്? രാജകുമാരനെ ജഗഡ ഹുവാക്കി കോൻ ബഡാ ജ്ഞാനി ഹെ, ആരാണ് വലിയ ജ്ഞാനി എന്ന കാര്യത്തിൽ അവർ തമ്മിൽ തർക്കമുണ്ടായി. പിന്നെ എന്താണ്? ഹട്ടിയോൻസെ ഷെർ നിക്കൽക്ക്. അപ്പോൾ ഹട്ടിയോൻസെ ഷെർ നിക്കൽ, അസ്ഥികൂടത്തിൽ നിന്ന് ഷെർ പുറത്തേക്ക് വന്നു. പിന്നെയാണ് എന്ത്? ഗുരുവിനെ ശിഷ്യോങ്കോ ഷെർസെ ബജായ. ഗുരു ശിഷ്യന്മാരെ ഷെറിൽ നിന്നും, അതായത് സിംഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. നിമ്നലിഖിത പരിചയ വിശേഷതാओं से शहंशाह अकबर की विशेषताएं चुनकर लिखे. അപ്പോൾ ഇവിടെ 3 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ അക്ബറിനെ കുറിച്ചിട്ടുള്ള സെൻറ്റൻസ് നിങ്ങളോട് എഴുതാനാണ്. അപ്നെ ജ്ഞാൻ ബടാന ചാഹനെ വാലെ, അറിവ് വർദ്ധിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്നെ ജ്ഞാൻ മേ ഗർവ് കർനെ വാലെ, അറിവിൽ ഭയങ്കര അഹങ്കാരമാണ്. ജ്ഞാനിയാക്ക സമ്മാൻ കർനെ വാലെ, പണ്ഡിതന്മാരെ ആദരിക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഏതാണ്? ഈ ആദ്യത്തതും മൂന്നാമത്തതും ആണ്. അഹങ്കാരമില്ല, അക്ബറിന് അഹങ്കാരമില്ല. അപ്നി ജ്ഞാൻമേ ഗർവ് കർനെ വാല നഹി ഹെ അല്ലേ. അപ്പോൾ ആദ്യത്തെ 2 എണ്ണമാണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത് ഷഖ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദക്ക മത്ലബ് ക്യാ ഹെ. ഷഖ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹൻഷാ, വ്യക്തി, വിദ്വാൻ. ഷഖ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നാണ് അർത്ഥം. ഇനി അടുത്ത ഗുരുജീനെ ഷേർക്കോ ഡാഷ് ബനാദിയ. ഗുരുജി ഷേറിനെ, അതായത് സിംഹത്തെ എന്താക്കി മാറ്റിയാണ്? ഗായ്, പശു ആണോ, ബില്ലി, പൂച്ചയാണോ? അല്ല, ബക്കരി. അപ്പം ബക്കരി എന്ന് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് ഡാഷ് ബാഹരി ദിക്കാവ നഹി ഹെ. പുറമോടിയല്ലേ എന്ത്? ഞാൻ, ദൻ, കപ്പട. അപ്പോൾ എന്താണ് അത് എഴുതേണ്ടത്? ഞാൻ, അറിവ്, പുറമോടി അല്ല. ബാഹരി ദിക്കാവ നഹി ഹെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹമേഷാ ഹി സിഖ്താ ഹൂം ഇസ്കാ ക്യാ മത്ലബ് ഹെ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അക്ബർ പറഞ്ഞ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്കാ ക്യാ മത്ലബ് ഹെ. എന്താ പറഞ്ഞത്? ഹമേഷാ ഹി സിഖ്താ ഹൂം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? इसका अर्थ ये है कि हर व्यक्ति जन्म से मृत्यु तक कुछ न कुछ सीखता रहता है. ഓരോ മനുഷ്യനും ജന്മം മുതൽ മരണം വരെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി അടുത്തത് പകടിമേ കോൺസ പോൽ ചിപ്പാ ഹെ. അപ്പോൾ എന്താണ്? ബാഹരി ദിക്കാവ ജ്ഞാൻ കാ മാപ്ദണ്ഡ് നഹി ഹെ. ബാഹരി ദിക്കാവ പുറംപോടി നല്ലതല്ല. ബാഹരി ദിക്കാവ ജ്ഞാൻ കാ മാപ്ദണ്ഡ് നഹി ഹെ. ഇനി അടുത്ത എന്താണ്? ഹർ രാജകുമാർ अपने से ही बड़ा ज्ञानी मानता है. असल में बड़ा ज्ञानी कौन है? എല്ലാ രാജകുമാരന്മാരും താനാണ് വലിയ ജ്ഞാനി എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അസൽമ, യഥാർത്ഥത്തിൽ ബഡാ ജ്ഞാനി കോൻ ഹെ, ആരാണ് വലിയ ജ്ഞാനി? തീനോ രാജകുമാർ ജ്ഞാനി നഹി ഹെ. 3 രാജകുമാരന്മാരും പണ്ഡിതന്മാരല്ല. തീനോ വാസ്തവമേ വേ അപ്പിനെ ജ്ഞാൻ പർ ഗർവ് കർക്കെ ഉസ്കാ ദുരുപയോഗ കർത്തെ ഹെ. അവരവരുടെ ജ്ഞാനത്തിൽ, അറിവിൽ അഹങ്കരിച്ച് അതിന് ദുരുപയോഗം നടത്തുകയാണ്. അപ്പിനെ ഞാൻ ദുസ്രോं की भलाई के लिए उपयोग न करने वाला आदमी ज्ञानी नहीं है. അവനവൻ്റെ അറിവ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താത്തവൻ എന്തല്ല? ജ്ഞാനിയല്ല. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. ഗുരുജി ഹം ലോഗ് സംകട്ട് മേ പട് ഗയേ ഹെ. രാജകുമാർ ക്യോം സംകട്ട് മേ പടേ? ഗുരുജി ഞങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവർ എന്ത് അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്? രാജകുമാരനെ अपने घमंड के कारण हड्डियों पर मांस उसमें रक्त और ऊपर खाल मड़कर शेर को जीवित बना दिया. അപ്പോൾ അവർ ഈ അസ്ഥികൂടത്തിന് മാംസവും രക്തവും എല്ലാം നൽകി അതിന് ജീവൻ കൊടുത്തു. എന്തിന്? സിംഹത്തിന്. വ ഷെർ ഉൻ രാജകുമാരോങ്കോ ഖാനെ വാലേത. അവർ പിന്നെ എന്ത് ചെയ്തു? ഷെർ അതിനെ ആക്രമിക്കാൻ തുടങ്ങി, അവരെ ഭക്ഷിക്കാൻ വരാൻ തുടങ്ങി. രാജകുമാർ ഇസി സംകടമേ പട് ഗയേ ഹെ. അവർ ആ അപകടത്തിലാണ് പെട്ടുപോയത്. അടുത്ത ചോദ്യം നോക്കാം. കപ്പടെ ധോനെ വാല നമുക്കറിയാം ആരാണ്? ധോബി.
ദുക്കാൻ ചലാനെ വാലെ ദുക്കാൻദാർ, അതേപോലെ തന്നെ ചിത്ര കീച്ചനെ വാലെ ചിത്രകാർ, ഖേത്തോं के काम करने वाले किसान. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. മേ ഹർ ചീസ് കാ സീഖ്ന ചാത്താ ഹേ. ഇതിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. മേ ഹർ ചീസ് കാ സീഖ്ന ചാത്താ ഹും. ഞാൻ പറഞ്ഞു മേ വന്നിട്ടുണ്ട്, നമ്മൾ ഹുമ്മാണ് ലാസ്റ്റ് വരേണ്ടത്, അപ്പോൾ ഇവിടെ മാറ്റം വരുത്തണം. പിന്നെ അടുത്തത് ദർബാർ തരതരക്കെ ലോഗോംസെ ബര. ഇവിടെ ബര സ്പെല്ലിങ് തെറ്റാണ്, ബര ഇതാണ് സ്പെല്ലിങ്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം.